ഹലോ. അപ്പം ഇന്നത്തെ ദിവസം കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാര്യം നമ്മുടെ ലൈഫിൽ ഒരു ചെറിയ വലിയ കാര്യം നടക്കാൻ പോവാണ്. അതായത് അദ്വിക്കുട്ടൻ്റെ ലൈഫിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിന്ന് എടുക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ അദ്വിക്കുട്ടനെ സ്കൂളിൽ ചേർത്താൻ പോവാണ്. ഒരുപാട് ദിവസമായി നമ്മൾ എവിടെ ചേർത്തണം എന്താ പറയുക, കൺഫ്യൂഷനായിട്ട് നിൽക്കുമായിരുന്നു. രണ്ട് സ്കൂൾ നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു, പക്ഷെ അതെവിടെ ചേർത്തണം എന്ന് നമുക്ക് എന്താ പറയുക ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തി. അങ്ങനെ അവനെ സ്കൂളിൽ ചേർത്താൻ പോയതാണ് കേട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് രാവിലെ സ്കൂളിൽ ചേർത്താൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞ സമയത്ത് ആളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ബഹളമായിരുന്നു, കരച്ചിലായിരുന്നു, പിഴിച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ ഞാൻ നല്ല മോനായി നിന്നോളാം, ഞാൻ ഇന്ന് പോകുന്നില്ല, ഞാൻ ജൂണിൽ മുതൽ സ്കൂളിൽ പോയി സ്റ്റാർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നേരെ നമ്മൾ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്ത് ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി ഞങ്ങൾ പോയ സമയത്ത് ഇവൻ ആദ്യം അവിടോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, സ്കൂളിലോട്ട് വന്നിട്ടില്ല. അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. ഇവനും അമ്മയും അവിടെ നിന്നു, ഞാനും അച്ഛനും കൂടി പോയി ഫോമും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തു. പിന്നെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചു. പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കാണിച്ചു. അവൻ മാമിൻ്റെ അടുത്ത് നല്ല രീതിയിൽ കോയിൻസൈഡ് ചെയ്തു, ചോദിച്ചതിനൊക്കെ നല്ല മറുപടി കൊടുത്തു. അതിലേറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ മാം ഇവൻ്റെ അടുത്ത് ചോദിച്ചു മോനെ വീട്ടിൽ നിന്ന് എന്താ വിളിക്കാമെന്ന്. അവൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് മകനേ എന്നാണ് വിളിക്കാമെന്ന്. അത് നല്ല കോമഡി ആയിരുന്നു. ഞങ്ങളത് കേട്ട് ഒരുപാട് നേരം ചിരിച്ചു. അങ്ങനെ ഞാനവിടെ ഫീയും കാര്യങ്ങളൊക്കെ അടച്ചു വന്നു. അപ്പം ഇവരിപ്പോഴും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പറയുക, പ്ലേ ഏരിയ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എന്തായാലും അവനെ നല്ല രീതിക്ക് സ്കൂളിലൊക്കെ ചേർത്തു. ഇനി ജൂൺ മുതൽ ഞങ്ങളുടെ അടുത്ത യുദ്ധം തുടരുകയാണ് ഗൈസ്. എന്തായിരിക്കും എന്ന് കണ്ടറിയാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ബൈ ബൈ.